ഈ ചൈനക്കാരന്മാരെ കൊണ്ട് തോറ്റു കേട്ടോ. ഓരോരോ സാധനങ്ങൾ പെയിന്റിങ്ങിന്റെ കണ്ടുപിടിച്ചോണ്ടിരിക്കും. നമുക്ക് പണിയില്ലാണ്ടാവുന്നിരിക്കും അവനെ. ഇന്നൊരു കാര്യം ചെയ്യണ, ഒരു തൊട്ടിൽ കെട്ടിട്ട് ആ ബ്രഷ് എടുത്തിട്ട് അങ്ങ് ആട്ട. ബ്രഷ് കഴുകാൻ പറഞ്ഞാൽ ബ്രഷ് കഴിയാൽ മതി കേട്ടോ. നിന്നോട് കഴുകാനുള്ള കയ്യാ പറ നീ ഇത്. പക്ഷേ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, പെയിന്റിംഗ് പണി കഴിഞ്ഞിട്ടാണ് ബ്രഷ് കഴുകുന്നത് എല്ലായിടത്തും. ഇതെന്താണ് പെയിന്റ് പണിക്ക് മുമ്പ് കഴുകുന്നത്? എടാ ഞാൻ നിന്റെ ആരാ? ചെറിയാശാനാണോ? ചെറിയാശാനാ. അപ്പൊ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. എടാ നമ്മുടെ അന്നാന്ന്. അന്നയല്ല, അന്നം നമ്മുടെ ആഹാരമാണ്. ഇത് ഭക്തിയോടെ കഴുകിയിട്ട് രാവിലെ പണി തുടങ്ങാനായിട്ട് അറിയാവോ? എന്നിട്ട് നിങ്ങൾ കുറെ ചെയ്യിക്കുന്നുണ്ട്. ചെയ്യിപ്പിക്കും. ഞാനും ഇവനൊക്കെ ഇതുപോലെ കഷ്ടപ്പെട്ട എന്നീ കാണുന്ന നിലയിൽ ഞാൻ നിൽക്കണേ അറിയാവോ? എന്ത് നില എത്തി നീ പറയുന്നത്? അതിനാ ഇന്നലെ ആ വിവരന്റെ അവിടെ കിടന്ന് ഇടിയായിരുന്നല്ലോ. 5 മണിയായപ്പോൾ ഷെയറിലെന്ന് പറഞ്ഞിട്ട് കണ്ണ് കറങ്ങി അവിടെ നിൽക്കുമായിരുന്നല്ലോ. നിലയിലെത്തി. എന്തോ നിലയില് അവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കിന്ന് 16 ശിഷ്യന്മാരുണ്ട്. ഞാൻ വിചാരിച്ച നീ ഫീൽഡ് ഔട്ട് പിന്നെ സ്ക്രീനിലില്ല. നീ നിന്റെ ഭാവി വേണം നിനക്ക്. ഞാൻ പറഞ്ഞാൽ ചെയ്താൽ മതി കേട്ടോ. ആശാൻ ഇവിടുന്ന് പെയിന്റ് മേടിക്കാൻ തന്ന പൈസയ്ക്ക് പെയിന്റ് മേടിച്ചിട്ട് ഇവിടുത്തെ ആശാൻ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നിങ്ങളുടെ പെണ്ണുമ്പിളെ വിളിച്ചിട്ടാണ് നിങ്ങൾ തിരിച്ചു ഇവിടെ കയറിയത്. എന്നെ കൂടുതലൊന്നും എനിക്ക് അറിയാം. ഉച്ച സമയത്ത് എല്ലാം ഓതി കൊടുക്കുന്നുണ്ടല്ലേ? നോക്കിങ്ങനെ അമ്മ കാണിച്ചേ. ഇച്ചിരി പെയിന്റ് വെള്ളം കണ്ടി പോയപ്പോ ഇതുപോലെ കരയുന്നവനൊക്കെ എന്ന് പണി പഠിക്കാനാ നമ്മള് പെയിന്റിങ്ങോ അത് പിന്നെ ആശാൻ ഈ സ്കൂളിലും കോളേജിലൊക്കെ പുതിയ പിള്ളേർ പഠിക്കാൻ വരുമ്പോ ഇങ്ങനെ റാഗിങ് ഉള്ളതാ. അതിന് നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഞാൻ ടോപ്പ് പറഞ്ഞല്ലോ. ഏത് സ്കൂൾ? ഏത് ടോപ്പ്? മംഗലത്താഴം ഗവൺമെന്റ് സ്കൂള്. ഞാൻ ടോപ്പിൽ അടിച്ചോണ്ടിരിക്കുവല്ലോ. കണ്ടില്ലല്ലോ? കഥക്കേ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ നീ വലിയ ആളാണല്ലോ. മംഗലത്താഴത്ത് ഇത്രയും നാളെ ബ്രഷ് കഴിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. നീ താണ്ട് ഐശ്വര്യമായിട്ടൊന്ന് പിടിച്ചേ. എന്താണ് കാണിച്ചത്? എന്താണ് പറയുന്നത്? അയ്യോ അല്ല, എനിക്ക് പറയായിരുന്നു വിറയാർന്ന കൈകളിലേക്ക് ആശാൻ ആദ്യമായിട്ട് എനിക്ക് ബ്രഷ് എടുത്ത് തന്നെന്ന് പറയാൻ വേണ്ടി ഞാൻ. അല്ലാതെ രണ്ടെണ്ണം അടിക്കാത്തതിന്റെ കുഴപ്പമല്ല ആശാനെ. ഞാൻ തുടങ്ങട്ടെ. ശരിയായിട്ട്. പിന്നെ പുതിയ വിത്തിയാൽ ആദ്യമായിട്ട് അടിക്കുന്ന കണ്ണടച്ച് അടിക്കണം കേട്ടോ. കണ്ണടച്ചടക്കണം. അതൊക്കെ എനിക്കറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ എന്തൂടെ കണ്ണടച്ചടങ്ങിന്? ആശാനില് പറഞ്ഞ കണ്ണടച്ചടിക്കാൻ ഈ ചിമിനിന്റെ കണ്ണടച്ചടിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെയാന്നാ പറഞ്ഞു. പിന്നെന്തുവാ? എന്തോ പറയാനാണ്. ഞാൻ അങ്ങോട്ടൊന്നും മാറിയപ്പോഴത്തേക്കും പുതിയ കണ്ടന്റിൻ്റെ അകത്ത് പഴയ ഒരു സാധനം കുത്തി അങ്ങ് കയറ്റി കമന്റ് ഇടിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാളോടിച്ചോണ്ടിരിക്കാതെ 2 മണിക്ക് പണിക്ക് കയറണം പറഞ്ഞേക്കാം. അതെ, ആരേലും ഒരാൾ അങ്ങോട്ടൊന്ന് പറഞ്ഞേ. ഇവൻ എന്ത് പണി കാണിച്ചത്? ഏതെങ്കിലും പെണ്ണുങ്ങളൊന്നും വിളിക്കുന്ന ആശാനെ ഞാനല്ലേ പോകേണ്ടത്? അവൻ ചാടിക്കറി പോകേണ്ട കാര്യം എന്തുവാ? ആശാനാണ് പോകേണ്ടത്. അവൻ ഓരോ തോന്നിയാസം ചെയ്യുമ്പോൾ ഞാൻ വഴക്ക് പറയുമ്പോൾ ആശാൻ എന്നെ വഴക്ക് പറയാറുള്ളൂ. അവനെ പ്രോത്സാഹിപ്പിച്ചോ, അനുഭവിച്ചോ. ഇനി വരട്ടെ, അവൻ്റെ നാവ് ഇടിക്കാൻ കഞ്ഞോളം ആക്കും. എന്നായിരുന്നു? പഴുത്ത മാങ്ങ. പഴുത്ത മാങ്ങ സൂപ്പറായിരുന്നു. നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്നെ? എന്താ പറ്റി? ആ വീട്ടിലെ ഉടമസ്ഥൻ വിളിക്കുമ്പോൾ ആശാനല്ലേ പോകേണ്ടത്, അല്ല നീയാണ് പോകേണ്ടത്? എടാ ഒരു പണിയെടുത്ത ആളല്ലേ ആ വീട്ടുകാർ വിളിക്കുമ്പോൾ പോകേണ്ടത്, അല്ല നീയാണ് പോകേണ്ടത്? ഞാൻ ആദ്യമായിട്ടല്ലേ, എനിക്ക് അറിയത്തില്ലല്ലോ. നിനക്ക് അറിയാൻ പാടില്ല, ഇതൊക്കെ അറിയാലോ നിനക്ക്. ഞാൻ അവസാനമായിട്ട് പറയാം, ഈ സൈറ്റിൽ ഇത് നടന്നു. വേറൊരു സൈറ്റിൽ ഇങ്ങനെ കാണിച്ചാൽ നീ മോനെ നീ ഇല്ല. എടാ ആദ്യമായിട്ടല്ലേ, എനിക്ക് അറിയില്ലല്ലോ. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. വാലിരിക്കുമ്പോൾ തലയാടരുത്. അല്ല, തലയിരിക്കുമ്പോൾ വാലാടരുത്. അതെ, ആരെങ്കിലും ഒരാൾ ഒന്നുകൂടെ ഒന്ന് വരണേ. തലയിരിക്കുമ്പോൾ വാലാടരുത്. ആശാനെ, ഈ ഗ്യാസ് കുറ്റി മേളത്തെ വീട്ടിലോട്ടൊന്ന് കൊടുത്തേക്കണേ. അയ്യോ, തലയിരുന്നാലും കിടന്നാലും വാലാടില്ലേ.